തേർഡ് ചാപ്റ്ററിലെ NCERT ബുക്കിലെ ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്യുകയാണ്. തേർഡ് ചാപ്റ്റർ മണി ആൻഡ് ബാങ്കിങ്. അതിൽ മൊത്തം 11 ചോദ്യങ്ങളാണ് NCERT ബുക്കിലുള്ളത്. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ബാർട്ടർ സിസ്റ്റം, വാട്ട് ആർ ഇറ്റ്സ് ഡ്രോബാക്സ്? ബാർട്ടർ സമ്പ്രദായം എന്താണ്, അതിൻ്റെ പോരായ്മകൾ, പ്രയാസങ്ങൾ എന്തൊക്കെ? നമ്മൾ വീഡിയോ ചെയ്താണ്, അത് കണ്ട് കൃത്യമായി പഠിക്കുക. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ആർ ദി മെയിൻ ഫങ്ഷൻസ് ഓഫ് മണി, ഹൗ ഡസ് മണി ഓവർകം ദി ഷോർട്ട് കമ്മിങ്സ് ഓഫ് ബാർട്ടർ സിസ്റ്റം? പണത്തിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെ, ബാർട്ടറിൻ്റെ പ്രയാസങ്ങൾ എങ്ങനെയാണ് പണം തരണം ചെയ്തത്? ഇതിൽ ബാർട്ടറിൻ്റെ ഓരോ പ്രയാസങ്ങൾ പറയുക, അത് പണം എങ്ങനെയാണ് അത് തരണം ചെയ്തത് എന്ന് പറയാം. ബാർട്ടറിലെ ഓരോ പ്രയാസങ്ങളും തരണം ചെയ്യാൻ പണത്തിന് പറ്റും. ഇനി മൂന്നാമത്തത്, വാട്ട് ഈസ് ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി, ഹൗ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു വാല്യൂ ഓഫ് ട്രാൻസാക്ഷൻസ് ഓവർ എ സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈം? ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി, ജനങ്ങൾ പണം കൈവശം വെക്കുന്നതാണ് ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത്. ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി. ഇനി ഹൗ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ വാല്യൂ ഓഫ് ട്രാൻസാക്ഷൻ ഓവർ എ സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈം, മൊത്തം ട്രാൻസാക്ഷനായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ട്രാൻസാക്ഷൻ കൂടുകയാണെങ്കിൽ, വാല്യൂ ഓഫ് ട്രാൻസാക്ഷൻ കൂടുകയാണെങ്കിൽ കൂടുതൽ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി കൂടുതലായിരിക്കും, കൂടുതൽ കൈവശം വെക്കണം എന്നാണ്. ട്രാൻസാക്ഷൻ കൂടുന്നതിനനുസരിച്ച് കൂടുതൽ പണം കൈവശം വെക്കണം. അതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി ആൾട്ടർനേറ്റ് ഡെഫിനിഷൻസ് ഓഫ് മണി സപ്ലൈ ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ പണത്തിൻ്റെ അളവുകൾ ഏതൊക്കെ, നിർവചനങ്ങൾ ഏതൊക്കെയെന്നാണ്. അത് M1, M2, M3, M4 അതാണ് എഴുതേണ്ടത്. മെഷേഴ്സ് ഓഫ് മണി സപ്ലൈ ഓർ ഡെഫിനിഷൻസ്, ആൾട്ടർനേറ്റീവ് ഡെഫിനിഷൻസ് ഓഫ് മണി സപ്ലൈ ഇൻ ഇന്ത്യ. പണം എന്ന അർത്ഥത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ പെടും? അതാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദി ആൾട്ടർനേറ്റീവ് ഡെഫിനിഷൻസ് ഓഫ് മണി സപ്ലൈ ഇൻ ഇന്ത്യ? ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ലീഗൽ ടെൻഡർ ആൻഡ് വാട്ട് ഈസ് ഫിയറ്റ് മണി? ലീഗൽ ടെൻഡർ എന്ന് പറഞ്ഞാൽ നിയമപരമായി നിയമസാധുതയുള്ള പണം എന്നാണ്. ഇപ്പം ഇന്ത്യയിലെ കറൻസി നോട്ടുകളൊക്കെ ലീഗൽ ടെൻഡർ ഉള്ളതാണ്. അതുപോലെ തന്നെ ചെക്കുകൾക്കൊന്നും ലീഗൽ ടെൻഡർ ഇല്ല. അപ്പോൾ നമ്മളൊരാൾക്കൊരു പണം കൊടുക്കുകയാണെങ്കിൽ അത് നിയമപരമായി അദ്ദേഹം വാങ്ങേണ്ടതാണ്. 100 രൂപ എന്നുള്ളത് 100 രൂപയായിട്ട് കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹം വാങ്ങാൻ അത് നിർബന്ധിതനാണ്. ഇനി ആ ചെക്ക് കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹം വാങ്ങണമെന്നില്ല, അതിന് ലീഗൽ ടെൻഡർ ഇല്ല. അപ്പോൾ നിയമസാധുതയുള്ള പണം എന്നുള്ളതാണ് ലീഗൽ ടെൻഡർ മണി എന്ന് പറയുന്നത്. ദെൻ ഫിയറ്റ് മണി എന്ന് പറഞ്ഞാൽ, വാട്ട് ഈസ് ഫിയറ്റ് മണി? ഫിയറ്റ് മണി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഓർഡർ പ്രകാരം പ്രചാരത്തിലുള്ള പണം എന്നാണ്. ഗവൺമെൻറ് ഉത്തരവ് പ്രകാരം പ്രചാരത്തിലുള്ള പണത്തിനാണ് ഫിയറ്റ് മണി എന്ന് പറയുന്നത്. അപ്പം വാട്ട് ഈസ് ലീഗൽ ടെൻഡർ, വാട്ട് ഈസ് ഫിയറ്റ് മണി, അതാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഹൈ പവർഡ് മണി? ഹൈ പവർഡ് മണി, H എന്നാണ് സിമ്പിൾ കൊടുക്കുക. ഹൈ പവർഡ് മണി ടോട്ടൽ ലയബിലിറ്റി ഓഫ് RBI എന്നാണ് പറയുന്നത്. RBI ഇറക്കുന്ന പണത്തിനാണ് ഹൈ പവർഡ് മണി എന്ന് പറയുന്നത്. കറൻസിയും റിസർവും പെടും അതിൽ. C+R, കറൻസിയും റിസർവും പെടുന്നതാണ് ഹൈ പവർഡ് മണി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ടോട്ടൽ ലയബിലിറ്റി ഓഫ് RBI, അതാണ് ഹൈ പവർഡ് മണി എന്ന് പറയുന്നത്. H എന്നാണ് സിമ്പിൾ കൊടുക്കുന്നത്. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് കമേഴ്സ്യൽ ബാങ്ക്. അത് നമ്മൾ വിശദമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. വാണിജ്യ ബാങ്കുകൾ ധർമ്മങ്ങൾ വിശദീകരിക്കുക. ഇനി എട്ടാമത്, വാട്ട് ഈസ് മണി മൾട്ടിപ്ലയർ, വാട്ട് ഡിറ്റർമിൻസ് ദ വാല്യൂ ഓഫ് ദിസ് മണി മൾട്ടിപ്ലയർ? മണി മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ മണി സപ്ലൈ ഡിവൈഡഡ് ബൈ ഹൈ പവർഡ് മണി, അതാണ്. മണി സപ്ലൈയും ഹൈ പവർഡ് മണിയും തമ്മിലുള്ള റേഷ്യോ ആണ് മണി മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്, M/H. മണി മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് മണി സപ്ലൈയും ഹൈ പവർഡ് മണിയും തമ്മിലുള്ള റേഷ്യോ, മണി സപ്ലൈ ഡിവൈഡ് ബൈ ഹൈ പവർഡ് മണി, അതിനാണ് മണി മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. വാട്ട് ഡിറ്റർമിൻസ് ദ വാല്യൂ ഓഫ് മണി മൾട്ടിപ്ലയർ? മണി മൾട്ടിപ്ലയറിൻ്റെ വാല്യൂ നിർണ്ണയിക്കുന്നത് CR ആണ്, കരുതലാണ്. മണി മൾട്ടിപ്ലയർ ഈക്വൽ ടു 1/CRR നമ്മൾ പഠിച്ചതാണ്, ഒരു വീഡിയോ നമ്മൾ ചെയ്തതാണ്. മണി ക്രിയേഷൻ ബൈ ബാങ്കിങ് സിസ്റ്റം എന്നുള്ള ഭാഗത്ത് പറഞ്ഞതാണ്. അപ്പം വാല്യൂ ഓഫ് മൾട്ടിപ്ലയർ ഡിറ്റർമിൻ ചെയ്യുന്നത് CRR ആണ്. കരുതൽ കൂടിയാൽ മൾട്ടിപ്ലയർ കുറയും, ഇതാണ്. കരുതൽ കുറഞ്ഞാൽ മൾട്ടിപ്ലയർ കൂടും. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് മോണിറ്ററി പോളിസി ഓഫ് RBI? RBIൻ്റെ മോണിറ്ററി പോളിസി എന്നുള്ളത് നമ്മളൊരു പ്രത്യേകമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്.
പണപ്രദാനം നിയന്ത്രിക്കാൻ വേണ്ടി RBI എന്തൊക്കെ നടപടികൾ സ്വീകരിക്കുന്നു? അതാണ് 9ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് മോണിറ്ററി പോളിസി ഓഫ് RBI? ഈ 10ാമത്തെ ക്വസ്റ്റ്യൻ, ഡു യു കൺസിഡർ എ കമേഴ്സ്യൽ ബാങ്ക് എ ക്രിയേറ്റർ ഓഫ് മണി ഇൻ ദി എക്കോണമി? വാണിജ്യ ബാങ്കുകൾ പണം സൃഷ്ടിക്കുന്നു, നിങ്ങൾ അതിനെ പറ്റി യോജിക്കുന്നുണ്ടോ ആ അഭിപ്രായത്തോട്? യെസ്, കമേഴ്സ്യൽ ബാങ്ക്, ക്രെഡിറ്റ് ക്രിയേഷൻ ബൈ കമേഴ്സ്യൽ ബാങ്ക്, അതാണ് എഴുതേണ്ടത്. വാണിജ്യ ബാങ്കുകൾ പണം സൃഷ്ടിക്കുന്നു അല്ലെങ്കിൽ വായ്പ സൃഷ്ടിക്കുന്നു. ക്രെഡിറ്റ് ക്രിയേഷൻ കമേഴ്സ്യൽ ബാങ്കിൻ്റെ ഒരു ഫംഗ്ഷനാണ്, നമ്മൾ പഠിച്ചതാണ്. ഒരു പ്രത്യേക ഒരു വീഡിയോ തന്നിട്ടുണ്ട്. ഈ 11ാം ക്വസ്റ്റ്യൻ, വാട്ട് റോൾ ഓഫ് RBI നോൺ ആസ് ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്? വാട്ട് റോൾ ഓഫ് RBI ഈസ് നോൺ ആസ് ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്? അവസാന കൈക്ക് സഹായിക്കുക എന്നുള്ളതാണ്. നമ്മൾ RBIൻ്റെ ധർമ്മങ്ങളിൽ പറഞ്ഞാണ്, ഒരു ബാങ്കൊക്കെ പൂട്ടിപ്പോകുന്ന സമയത്ത് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പ്രയാസം വരുന്ന സമയത്ത് ബാങ്കുകൾക്ക് അവസാന കൈക്ക് സഹായിക്കുന്ന ആളാണ് RBI എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്ന് പറയുന്നത്. അപ്പം ക്വസ്റ്റ്യൻസ് ഒന്ന് ഇങ്ങനെ മൊത്തത്തിൽ കാണിക്കുകയാണ്, നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. ഇത്രയാണ് നമ്മൾ 3rd ചാപ്റ്റർ മണി ആൻഡ് ബാങ്കിങ് എന്നുള്ള ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ്, NCERT ക്വസ്റ്റ്യൻസ്. ഇതിലെ കാര്യങ്ങളാണ് എക്സാമിന് വരിക. ഒരു രാജ്യത്തിലെ പണപ്രദാനത്തെ നിർണ്ണയിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. ഡിറ്റർമിനൻസ് ഓഫ് മണി സപ്ലൈ. അതിൽ ചില റേഷ്യോസ് ഉണ്ട്. അതിലൊന്നാണ് CDR എന്ന് പറയുന്നത്, കറൻസി ഡിപ്പോസിറ്റ് റേഷ്യോ എന്നാണ് CDR. അത് CU/DD എന്നാണ്. CU എന്ന് വെച്ചാൽ കൈവശം വെക്കുന്ന, ജനങ്ങളുടെ കൈവശമുള്ള പണമാണ് കറൻസി എന്ന് പറയുന്നത്. CU കറൻസി എന്നാണ്. DD എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ഡിപ്പോസിറ്റ് എന്നാണ്. അപ്പം ജനങ്ങൾ കൈവശം വെക്കുന്നതും ബാങ്കിലിടുന്നതും തമ്മിലുള്ള അനുപാതം എന്നാണ് CDR എന്ന് പറയുന്നത്. അതൊക്കെ പഴയ ബുക്കിലുണ്ടായിരുന്നു. നമുക്ക് എക്സാമിന് എന്തെങ്കിലും വരികയാണെങ്കിൽ എഴുതാം. വേറൊന്നാണ് RDR, റിസർവ് ഡിപ്പോസിറ്റ് റേഷ്യോ എന്നാണ്. വാണിജ്യ ബാങ്കുകളുടെ കൈവശം കിട്ടുന്ന നിക്ഷേപത്തിൻ്റെ ഒരു ഭാഗം കേന്ദ്ര ബാങ്കിൽ റിസർവ് വെക്കണം. അതിനെയാണ് RDR എന്ന് പറയുന്നത്. റിസർവ്, ടോട്ടൽ റിസർവ് ഡിവൈഡഡ് ബൈ ഡിപ്പോസിറ്റ്, അതിനാണ് റിസർവ് ഡിപ്പോസിറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഈ റിസർവുകൾ പ്രധാനമായിട്ടും വാൾട്ട് ക്യാഷ് ആയിട്ടും റിസർവ് വിത്ത് RBIയിൽ ഉള്ള റിസർവ് ആയിട്ടും വെക്കുന്നു. അപ്പം റിസർവ് എത്ര, കരുതൽ എത്ര വെക്കുന്നു, അതിൻ്റെ നിരക്ക് എത്ര ശതമാനം എന്ന് പറയുന്നതാണ് RDR, റിസർവ് ഡിപ്പോസിറ്റ് റേഷ്യോ. റിസർവ് ഡിവൈഡ് ബൈ ഡിപ്പോസിറ്റ്. അതായത് അടുത്തൊരു ആശയമാണ് ഹൈ പവർഡ് മണി. ഹൈ പവർഡ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ടോട്ടൽ ലയബിലിറ്റി ഓഫ് RBI എന്നാണ്. RBI മൊത്തത്തിൽ ഇറക്കുന്ന പണത്തിനാണ് ഹൈ പവർഡ് മണി എന്ന് പറയുന്നത്. അത് അവരുടെ ലയബിലിറ്റിയാണ്, ബാധ്യതയാണ്. RBI എത്ര പണം ഇറക്കുന്നു അത് അവരുടെ അത്രയും വാല്യൂ ഉറപ്പ് നൽകണം RBI. അതുകൊണ്ടാണ് ഹൈ പവർഡ് മണി ദ ടോട്ടൽ ലയബിലിറ്റി ഓഫ് RBI എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഹൈ പവർഡ് മണി H എന്ന സിമ്പിൾ കൊടുക്കുക. കറൻസിയും റിസർവും പെടുന്നതാണ് ഹൈ പവർഡ് മണി എന്ന് പറയുന്നത്. കറൻസിയും റിസർവും പെടുന്നത് ഹൈ പവർഡ് മണി. വേറൊരു ആശയമാണ് മണി മൾട്ടിപ്ലയർ. മണി മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ മണി സപ്ലൈ ഡിവൈഡ് ബൈ ഹൈ പവർഡ് മണി, ദ റേഷ്യോ ബിറ്റ്വീൻ മണി സപ്ലൈ ആൻഡ് ഹൈ പവർഡ് മണി. അതാണ് മണി മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. ഇത് കാണാൻ വേണ്ടി M/Hൻ്റെ സൂത്രവാക്യം ഉപയോഗിക്കാം. മണി സപ്ലൈ ഈസ് ഈക്വൽ ടു കറൻസി പ്ലസ് ഡിമാൻഡ് ഡിപ്പോസിറ്റ് ഓൾ ഡിവൈഡ് ബൈ കറൻസി പ്ലസ് റിസർവ്. ഇങ്ങനെയും കൊടുക്കാം. ഇങ്ങനെയൊരു സമവാക്യം ഉണ്ട്. ഇതൊക്കെ പഴയ ബുക്കിലുണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. 1 + CDR ഡിവൈഡ് ബൈ CDR പ്ലസ് RDR ഈസ് ഈക്വൽ ടു 1. അതാണ് മണി മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ 1/CRR എന്ന് ഇപ്പം പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് റേഷ്യോസാണ്, ഡിറ്റർമിനൻസ് ഓഫ് മണി സപ്ലൈ ആണ് നമ്മളിപ്പം പറഞ്ഞത്. ഇതിൽ മണി മൾട്ടിപ്ലയർ എന്നുള്ള ആശയമുണ്ട്. മണി സപ്ലൈ ഡിവൈഡ് ബൈ ഹൈ പവർഡ് മണി, അതാണ് മണി മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. M/H.